ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ മുമ്പ് സേവനം ചെയ്തിരുന്ന ഇടവകയിൽ കുട്ടിക്കൊന്ത എന്ന് പറയുന്നൊരു കുട്ടിക്കൂട്ടം ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന ഇമാമ്മ എന്ന സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ആ ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ട്. വെക്കേഷൻ സമയങ്ങളിൽ അവർ മിക്കപ്പോഴും എല്ലാ ആഴ്ചകളിലും ഒരുമിച്ച് കൂടും. ഈ സിസ്റ്റർ അവരെ പരിശുദ്ധ അമ്മയെപ്പറ്റിയും ജപമാല ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ബൈബിൾ വായിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയുമൊക്കെ വളരെ മനോഹരമായിട്ട് വിവരിച്ചു കൊടുക്കുമായിരുന്നു. അവർക്ക് സ്വന്തമായി ഒരു കുഞ്ഞു ബൈബിളുണ്ടായിരുന്നു, ഒരു കുഞ്ഞ് കൊന്തയുണ്ടായിരുന്നു. അങ്ങനെ ഒരു മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ ഈ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, കുട്ടികളോട് പരിശുദ്ധ അമ്മയെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കും. എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടെ ആ കുട്ടികളുടെ അടുക്കൽ ചെന്നിട്ട് ഈ പരിശുദ്ധ അമ്മയെപ്പറ്റി പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഞാൻ അവരുടെ ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരോട് ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചു. ചോദ്യം വേറൊന്നുമല്ല, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തന്നത് ആരാണ്? അപ്പം ഞാൻ പ്രതീക്ഷിച്ച ഒരു മറുപടി ഉണ്ട്. അത് വേറൊന്നുമല്ല, കുരിശിൽ കിടന്ന് ഈശോയാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അത് അവരോട് വളരെ രസകരമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ചോദ്യം ചോദിച്ച ഉടനെ തന്നെ കുട്ടികളിൽ ഒരു പെൺകുട്ടി ചാടി എഴുന്നേറ്റ് നിന്ന് അവൾ വളരെ സ്മാർട്ടായിട്ട് മറുപടി പറഞ്ഞു. മറുപടി എങ്ങനെയായിരുന്നു? അച്ഛാ, എൽസമ്മയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് സിസ്റ്റർ അവളെ നോക്കി അവളെ തിരുത്തുന്നുണ്ട്. മോളെ, ഈശോയാണ് എന്ന് പറയാൻ പറഞ്ഞു. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണല്ലോ പറയുന്നത്. അവൾ തിരുത്താൻ തയ്യാറായില്ല. അവൾ പറഞ്ഞു എൽസമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് മറുപടി പറയണം? കാരണം ഞാൻ പ്രതീക്ഷിച്ച മറുപടി കിട്ടിയാലാണല്ലോ എൻ്റെ ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച മറുപടി കിട്ടാത്തതിൻ്റെ ഒരു സങ്കടത്തിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞ്, ഈ എൽസമ്മ എന്ന് പറയുന്നത് അവളുടെ അമ്മയാണ്. അവളുടെ അമ്മയാണ് എനിക്ക് പരിശുദ്ധ കന്യകാമറിയത്തെ ചൂണ്ടിക്കാണിച്ചത് എന്ന് ഒരു സംശയമില്ലാതെ അവൾ അസന്നിഗ്ധമായി, അല്ലേ, ഒരു സംശയമില്ലാതെ അവൾ തറപ്പിച്ചു പറയാം. പ്രിയമുള്ളവരെ, ഞാൻ ആ കുട്ടികളോട് പരിശുദ്ധ അമ്മയെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ കുട്ടികളുടെ അടുക്കൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു മറുപടി ആ കുഞ്ഞിൻ്റെ മറുപടിയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ഉത്തരം അത് ഈശോ മിശിഹായാണ്, കുരിശിൽ കിടന്നുകൊണ്ടാണ്. നമ്മളുടെ പ്രതീകമായി അന്ന് അവിടെ കുരിശിന് താഴെ ഉണ്ടായിരുന്ന യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചു. യോഹന്നാനോട് തൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ആ അമ്മയെ നമുക്ക് മുഴുവനും നൽകി എന്നൊക്കെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ഒരാഗോള സത്യമാണ്. നമ്മൾ പലപ്പോഴും സത്യത്തിൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കുഞ്ഞ്, നമുക്കറിയാലോ, കുട്ടികൾ നിഷ്കളങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് പറഞ്ഞ മറുപടി അത് സത്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്നല്ല, മറിച്ച് സത്യത്തെ അനുഭവിച്ച് അത് ആസ്വദിക്കണം. നമുക്ക് പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയാണ്. പക്ഷേ അത് കുറച്ചുകൂടി വ്യക്തിപരമായിട്ടൊന്ന് ചോദിച്ചു നോക്കി. നിനക്ക് പരിശുദ്ധ കന്യകാമറിയത്തെ ചൂണ്ടിക്കാണിച്ചത് ആരാണ്? ഈശോയാണോ? നിനക്ക് പരിശുദ്ധ കന്യകാമറിയത്തെ ചൂണ്ടിക്കാണിച്ചത്? പ്രിയമുള്ളവരെ, അതിന് വ്യക്തിപരമായി ഉത്തരം വേണം. ആദ്യമായി എൻ്റെ അടുക്കൽ വന്നിരുന്ന് പരിശുദ്ധ കന്യകാമറിയത്തെ ചൂണ്ടിക്കാണിച്ച് ഇത് പരിശുദ്ധ കന്യകാമറിയമാണ് എന്ന് നിൻ്റെ അടുക്കൽ പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ അനുഭവത്തിലൂടെ നാം കൊടുക്കാൻ പോകുന്ന മറുപടി അത് ഭൂരിഭാഗവും നമ്മുടെ അമ്മ എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ. ഈ അമ്മ എന്ന വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുമ്പോൾ ജന്മം നൽകിയ അമ്മ എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അമ്മ എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നമ്മെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായി ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മോട് കൂടെ നിന്ന ഓരോ വ്യക്തിക്കും കൊടുക്കാവുന്ന പേരാണ് അമ്മ എന്നത്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞ് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ പരമമായ അനുഭവം. സത്യം എന്നത് സത്യമായി കൊണ്ടു നടക്കാനാണ് നമുക്കൊക്കെ താല്പര്യം.
പക്ഷേ അതൊന്ന് വ്യക്തിപരമായിട്ട് അനുഭവിച്ച് ആസ്വദിക്കാൻ നമുക്ക് പലപ്പോഴും താല്പര്യമില്ല, പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ കുരിശിൽ കിടക്കുന്ന ക്രൂശിതനെ നോക്കി നമ്മൾ ചോദിക്കുകയാണ്, ഈശോ കുരിശിൽ മരിച്ചത് ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ നമ്മൾ പറയും, നമുക്ക് വേണ്ടിയാണ്. അത് സത്യമാണ്. പക്ഷേ ആ സത്യം വ്യക്തിപരമായ അനുഭവമാക്കി മാറ്റുമ്പോൾ കുരിശിൽ കിടക്കുന്ന ഈശോ കുരിശിൽ കിടന്ന് രക്തം ചിന്തി മരിച്ചത് ആർക്ക് വേണ്ടിയാണ്? അത് എനിക്ക് വേണ്ടിയാണ്. ക്രൂശിതൻ്റെ മുൾമുടി അത് ആര് വെച്ചതാ? അത് ഞാൻ വെച്ചതാ. അവൻ്റെ ആണികൾ, അവൻ്റെ ശരീരത്തിൽ ആണികൾ തറഞ്ഞു കയറാനുള്ള കാരണക്കാരനാരാണ്? അത് ഞാനാണ്. പ്രിയമുള്ളവരെ, അവിടെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് മാറുകയാണ്. അതെ, സത്യങ്ങൾ സത്യങ്ങളായി നിലനിൽക്കാനുള്ളതല്ല, മറിച്ച് അത് അനുഭവിക്കാനുള്ളതാണ്, അത് ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെയെങ്കിൽ അമ്മ എന്ന വലിയ സത്യത്തെ നാം ആസ്വദിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ, ആ അമ്മയെ എനിക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ അമ്മയെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. ആ അമ്മയുടെ കരം ഗ്രഹിച്ചു മാത്രമേ നമുക്ക് രക്ഷകനായ ക്രിസ്തുനാഥൻ പകർന്നു നൽകിയ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് നടന്ന് അടുക്കാൻ സാധിക്കൂ എന്ന് നാം ഓരോരുത്തരും ഹൃദയത്തിൽ തറപ്പിച്ച് പറയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അമ്മ അമ്മയാകുന്നത് എപ്പോഴാണ്? നമുക്കൊക്കെ അതിന് മറുപടിയുണ്ട്, ഒരു കുഞ്ഞിന് പിറവി കൊടുക്കുമ്പോൾ. പ്രിയമുള്ളവരെ, വീണ്ടും ചോദ്യം വ്യക്തിപരമാണ്. അത് അനുഭവത്തിൻ്റെ തലത്തിൽ നിന്നായിരിക്കണം. എൻ്റെ അമ്മ ജനിച്ചതെപ്പോഴാണ്? എൻ്റെ അമ്മയുടെ ജന്മദിനം, ബർത്ത്ഡേ, അതല്ല നാം ചോദിക്കുന്നത്. മറിച്ച് എൻ്റെ അമ്മ എപ്പോഴാണ് എനിക്ക് പിറവി നൽകിയത്? എൻ്റെ അമ്മ എപ്പോഴാണ് ഈ ലോകത്തിൽ ജനിച്ചത്? അത് ഞാൻ ആ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴാണ്. ആ അമ്മയുടെ ഉദരത്തിൽ, അമ്മയുടെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ ആ അമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ പിറവി കൊണ്ടു. അത് അല്പാൽപമായി ഇങ്ങനെ വളർന്നു വലുതായി അവസാനം 9 മാസം കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്ന് അമ്മ ഈ ശരീരത്തെ മുറിച്ചു മാറ്റുക. പ്രിയമുള്ളവരെ, ശരിക്കും അത്രയും നാൾ അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു ശരീരത്തെ, ജീവനുള്ള ഒരു ശരീരത്തെ, ആ ശരീരത്തിൽ നിന്ന് അറുത്തു മാറ്റി പുറത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ പുറത്തേക്കെടുത്ത് പുക്കൾ കൊടി ബന്ധം പോലും വിച്ഛേദിച്ച് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഈ ശരീരത്തെ മാറ്റുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന ശാരീരികമായൊരു വേദനയുണ്ട്. പ്രിയമുള്ളവരെ, ആ വേദനയാണ് ഒരു സ്ത്രീയെ അമ്മയായി രൂപാന്തരപ്പെടുത്തുന്നത്. അതേ പ്രിയമുള്ളവരെ, എൻ്റെ അമ്മ എന്ന സ്ത്രീയിൽ നിന്നും എൻ്റെ അമ്മയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ മുറിച്ചു മാറ്റലിൻ്റെ ദൂരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുറിച്ചു മാറ്റുമ്പോൾ അവൾ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. ആ വേദന അവൾ അവസാനിപ്പിക്കുന്നില്ല. ആ വേദന ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് വരെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ അമ്മയുടെ യാത്ര എന്ന് പറയുന്നത് അത് അവസാനിക്കാത്ത യാത്രയാണെന്ന് പറയും. തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസക്കഷണത്തെ, ജീവനുള്ള ഒരു മാംസക്കഷണത്തെ അറുത്തുമാറ്റി പുറത്തേക്ക് വെച്ച് ശേഷിച്ച പൊക്കിൾ കൊടി ബന്ധം പോലും വിച്ഛേദിച്ച് ആ മാംസക്കഷണത്തെ ഈ വ്യക്തിയോളം വലുതാക്കുക. അത് ആ അമ്മയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഈ വ്യക്തിയോളം വലുതാക്കി കഴിയുമ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം, എന്നോളം വലുതായാൽ പോരാ, മറിച്ച് എന്നെക്കാളും വലുതാവണം. അതുകൊണ്ട് എന്നോളം വലുതായാൽ പോരാ എന്നൊരാഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട്, എന്നേക്കാളും വലുതാകണം എന്ന താല്പര്യം ഉള്ളിലുള്ളത് കൊണ്ട് അവൾ നമ്മെ പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദേ ഇതും നിൻ്റെ അമ്മയാണ്. ഇതും നിൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ വേറൊരു ലക്ഷ്യം കൂടെ നമ്മുടെ അമ്മമാർക്കുണ്ട്. കാരണം ഞാൻ എന്ന അമ്മയ്ക്ക് ഈ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കൂടി വന്ന ഒരു 80 വർഷക്കാലം മാത്രം. അതിനുശേഷം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ അസംഭവ്യമാണ്.
അതുകൊണ്ട് ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരമ്മയെ ഇവൾക്ക് നൽകണം എന്ന വലിയൊരാഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് അവർ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയ്ക്ക് പരിചയപ്പെടുത്തുകയും പരിശുദ്ധ അമ്മയ്ക്ക് അടിമ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊരു പക്ഷേ ഇതുപോലെ തന്നെ ചിന്തിച്ചിട്ടാവണമെന്നില്ല, പക്ഷേ ഈ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ദൈവമായ കർത്താവ് കൊടുത്തിട്ടുണ്ട് എന്നതാണ് പരമമായ സത്യം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി അതിങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ അവൾ എനിക്ക് അമ്മയായി. അത് എനിക്ക് ഉൾക്കൊള്ളാവുന്നൊരു കാര്യമാണ്. പക്ഷേ പരിശുദ്ധ കന്യകാമറിയം ഈ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ അമ്മയായിട്ട് മാറുക? പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയായി എങ്ങനെയാണ് മാറിയത് എന്നതിന് ദൈവശാസ്ത്രപരമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ യോഹന്നാന് കൊടുത്തുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ യോഹന്നാൻ സഭയുടെ, അതായത് സഭാമക്കളായ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രതീകമാണെന്നൊക്കെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും ഉൾക്കൊള്ളാവുന്നൊരു കാര്യമാണ്. പക്ഷേ അനുഭവം കൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സത്യമാണ്, ശരിയാണ്. ആ സത്യത്തെ എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുക? പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു മാർച്ച് മാസം 25-ാം തീയതി ഈ ജീവൻ ഉടലെടുക്കുകയും അത് ഏതാണ്ട് 9 മാസങ്ങൾക്ക് ശേഷം ഡിസംബർ 25-ാം തീയതി, അതായത് മാർച്ച് 25 മംഗളവാർത്ത മുതൽ ഡിസംബർ 25 ക്രിസ്മസ് വരെ അത് ആ ശരീരത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വളരുകയും അവസാനം ആ ശരീരത്തിൽ നിന്ന് മുറിച്ച് പുറത്തേക്കെടുക്കുകയും പൊക്കിൾ കൊടി ബന്ധം നമ്മളിൽ നിന്ന് നമ്മുടെ അമ്മ വിച്ഛേദിച്ചതുപോലെ ആ അമ്മ ഈശോയിൽ നിന്ന് വിച്ഛേദിക്കുകയും പിന്നീട് അമ്മയോളം വലുതാവണം എന്ന താല്പര്യത്തോടുകൂടെ 1-2 വർഷങ്ങളല്ല 30 വർഷക്കാലം ഈ അമ്മ ഈ മകനെ പൊന്നുപോലെ വളർത്തിയെടുക്കുകയും അവസാനം 3 വർഷം പരസ്യ ജീവിതത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഈ അമ്മ കൂടെ തന്നെയുണ്ട്. അതാണല്ലോ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സമയത്തും അതോടൊപ്പം തന്നെ ഈശോയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളുണ്ടാകുമ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം കുരിശിൽ കിടന്ന് പ്രാണവേദന അനുഭവിക്കുമ്പോൾ അത് ഒരു കണ്ണുനീർത്തുള്ളി പോലും താഴേക്ക് വീഴാതെ എല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് പ്രത്യാശയോടുകൂടെ, വിശ്വാസത്തിൻ്റെ പ്രത്യാശയോടുകൂടെ അതിന് സാക്ഷ്യം വഹിച്ച പരിശുദ്ധ കന്യകാമറിയം. പ്രിയമുള്ളവരെ, ആ അമ്മ എങ്ങനെയാണ് നമ്മുടെ അമ്മയായത്? ഈ അടുത്ത് കുമ്പസാരിക്കാൻ വന്ന ഒരമ്മച്ചി കുമ്പസാരം കഴിഞ്ഞ് സന്തോഷത്തോടെ പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. അച്ഛാ, ചെറിയൊരു സംശയമുണ്ട്. ഈ ഉദ്ധാനം ചെയ്ത ക്രിസ്തുനാഥൻ 40 ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ 40 ദിവസത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് അതിശയിപ്പിക്കുക എന്നാണ്. ശിഷ്യന്മാർക്കൊക്കെ അതിശയമായിരുന്നു. കാരണം എന്താ? അവർക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു ഈശോ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രത്യാശയും വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പരിശുദ്ധ കന്യകാമറിയ. വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. 40 ദിവസം പല സമയങ്ങളിലായി പലയിടങ്ങളിൽ ക്രിസ്തുനാഥൻ ശിഷ്യർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ അമ്പരപ്പിക്കുന്നുണ്ട്, അതിശയിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ അവൻ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ ആ 40 ദിവസവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കൂടെ ആയിരുന്നു അവൻ. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രത്യക്ഷപ്പെടലിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മയുടെ കൂടെ, അമ്മയുടെ വീട്ടിലായിരുന്നു ഈ 40 ദിവസവും രക്ഷകനായ ക്രിസ്തുനാഥൻ ജീവിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അവൻ മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടത് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയായിരുന്നു. ഈശോയുടെ അമ്മയ്ക്ക് ഒരു സംശയം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈശോയുടെ അമ്മയുടെ കൂടെ ഈശോ ഈ 40 ദിവസവും ജീവിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ അമ്മ
എങ്ങനെയാണ് എൻ്റെ അമ്മയായി മാറിയത് എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാവുന്നൊരു മറുപടി എന്ന് പറഞ്ഞാൽ, രക്ഷകനായ ക്രിസ്തുനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട്, കർത്താവെ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണൻ വെടിയുമ്പോൾ അവിടെ വരികൾക്കിടയിൽ വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ആത്മാവിനെ പിതാവിങ്കിലേക്ക് സമർപ്പിച്ച അവൻ ശരീരത്തെ എന്തു ചെയ്തു? ആ ശരീരത്തെ പകുത്ത് നമുക്ക് പകർന്നു നൽകി. അതേ പ്രിയമുള്ളവരെ, അമ്മ നൊന്ത് പ്രസവിച്ച ആ ശരീരം അവൻ ചെറിയ ചെറിയ കഷണങ്ങളാക്കി അൾത്താരമേശയിൽ വളരെ മനോഹരമാക്കി ഒരുക്കി അത് നമ്മുടെ ശരീരത്തിലേക്ക് പകർന്നു നൽകി. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരം ഈ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് വന്നതിൻ്റെ ഒരേ ഒരു പശ്ചാത്തലം മാത്രം മതി പരിശുദ്ധ കന്യകാമറിയം എങ്ങനെ നമ്മുടെ അമ്മയായി മാറി എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം. അതേ പ്രിയമുള്ളവരെ, നൊന്ത് പ്രസവിച്ച് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന ഈശോ എന്ന ആ വലിയ സാന്നിധ്യം ആത്മാവിനെ പിതാവിങ്കിലേക്ക് സമർപ്പിച്ചപ്പോൾ ശരീരം നമുക്കായി പകർന്നു നൽകി. നമ്മുടെ ശരീരത്തിൽ ഈശോയുടെ ശരീരമുണ്ട്. ആ ശരീരം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ ശരീരത്തെ നൊന്ത് പ്രസവിച്ച അമ്മ നമ്മുടെയും അമ്മയായി മാറുകയല്ലേ. അതേ പ്രിയമുള്ളവരെ, അങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി മാറിയത്, അമ്മയായി നമ്മുടെ കൂടെ ഉള്ളത്. പ്രിയമുള്ളവരെ, ഒരിക്കൽ എൻ്റെ സുഹൃത്ത്, എൻ്റെ വീട് ഗോകുലത്തിലാണല്ലോ, പറവൂർ വെച്ച് എന്നെ കണ്ടപ്പോൾ, വൈദികനാണ്, എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട് ഗോകുലത്തിലാണ് എന്നറിയാവുന്ന അവൻ, ഞാൻ എൻ്റെ ഇടവകയുടെ തൊട്ടടുത്തുള്ള ഇടവകയിലാണ് സേവനം ചെയ്യുന്നത് എന്നും അറിയാവുന്ന ആ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ വീട് ഗോകുലത്തിലല്ലേ, അതിനെന്തിനാ നീ പറവൂർ വന്ന് നിൽക്കാനെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സുഹൃത്ത് വൈദികനോട് പറഞ്ഞു, അമ്മച്ചി പെങ്ങളുടെ വീട്ടിലാണ്, പെങ്ങളുടെ വീട് പറവൂരാണ്, അതുകൊണ്ട് അമ്മയെ കാണാൻ പോവാണ്. അപ്പോൾ അന്ന് ആ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം അമ്മ എവിടെയാണോ അവിടെയാണല്ലോ നമ്മുടെയൊക്കെ വീട് എന്ന്. പ്രിയമുള്ളവരെ, വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അമ്മ എവിടെയാണോ അവിടെയാണ് നമ്മുടെ വീട്. രക്ഷകനായ ക്രിസ്തുനാഥൻ സ്വർഗത്തിലേക്ക് കരേറിയതിന് ശേഷം എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, പിതാവായ ദൈവത്തോട് ഈ പുത്രൻ തീർച്ചയായും ശാഠ്യം പിടിച്ചിട്ടുണ്ട്. എന്ത്? അമ്മയെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. സ്വാഭാവികമായിട്ടും പിതാവ് അവന് കൊടുത്തൊരു മറുപടി എന്ന് വെച്ചാൽ, അത് നീ പറയേണ്ട കാര്യമില്ല, അമ്മയുടെ ആത്മാവ് മരണാനന്തരം തീർച്ചയായും ഇവിടെ എത്തും. പക്ഷേ അവൻ ശാഠ്യം പിടിക്കുക. എന്താണ്? എനിക്ക് അമ്മയുടെ ആത്മാവിനെ മാത്രം കിട്ടിയാൽ പോരാ, പിന്നെ ശരീരം കൂടെ വേണം. അപ്പോൾ പിതാവ് പുത്രനോട് പറഞ്ഞിട്ടുണ്ടാകും, അത് സ്വർഗ നിയമത്തിനെതിരാണ്. പക്ഷേ പുത്രൻ ശാഠ്യം പിടിക്കുന്നു. ആ ശാഠ്യത്തിൻ്റെ മുമ്പിൽ പിതാവ് തോറ്റുപോകുന്നു. അങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം സംഭവിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. അതേ പ്രിയമുള്ളവരെ, അമ്മ ഉടലോടുകൂടെ പുത്രൻ്റെ അടുക്കലുണ്ട്. അവൻ അതിന് ശാഠ്യം പിടിക്കാനുള്ളൊരു കാരണം എന്താണ് എന്ന് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ, അതിന് എനിക്ക് കൊടുക്കാവുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ബലി പൂർത്തിയാകും നേരം താഴേക്ക് നോക്കുന്നുണ്ട്. തൻ്റെ അമ്മ, അതെ, സ്വന്തം മകൻ ഉടുതുണിയില്ലാതെ പിടഞ്ഞ് കുരിശിൽ കിടന്ന് മരിക്കുന്നത് കാണേണ്ടി വന്ന ആ അമ്മയുടെ ഹൃദയവധ. കുരിശിൽ നിന്ന് ചാടിയിറങ്ങി അമ്മയെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ രക്ഷാകര ചരിത്രത്തിന് അത് ഒരു വിലങ്ങുതടിയാകും എന്ന് ഉള്ളിൽ ഒരു ഉറച്ച ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ എല്ലാം ഉള്ളിലൊതുക്കി. അതിനുശേഷം അവൻ ഹൃദയത്തിൽ അന്ന് കുരിശിൽ കിടന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും, എന്ത്? ഈ അമ്മയെ എനിക്ക് ഇതേപോലെ തന്നെ, ഇതേ ശരീരത്തോടും ഈ ഓജസ്സും തേജസ്സുമുള്ള അമ്മയായി തന്നെ അവസാനം വരെ വേണം എന്ന് വലിയ നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്
സ്വർഗാരോപണം എന്ന വലിയ സത്യം ഈ ചരിത്രത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, നേരത്തെ സുഹൃത്ത് വൈദികൻ പങ്കുവെച്ചതുപോലെ ആ അമ്മ എവിടെയാണോ അവിടെയാണ് നമ്മുടെ വീട്. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി മാറിയ പരിശുദ്ധ കന്യകാമറിയം ഇന്ന് സ്വർഗത്തിലുണ്ട്, ഉടലോടുകൂടെ. അതുകൊണ്ട് അവിടെയാണ് എനിക്കും ചെന്നെത്തേണ്ടത്. അതാണ് എൻ്റെ വീട്. ആ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകണം. ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ആയതിനാൽ പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ നാം ഉറപ്പിച്ച് അടിവരയിട്ട് എഴുതി വെക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്: എൻ്റെ അമ്മ എനിക്ക് പങ്കുവെച്ചു തന്ന പരിശുദ്ധ കന്യകാമറിയം. അവൾ നമ്മുടെ അമ്മയായി മാറിയത് ആ അമ്മ നൊന്ത് പ്രസവിച്ച രക്ഷകനായ ക്രിസ്തുവിൻ്റെ ശരീരം നമ്മളുടെ ഈ ശരീരത്തോട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമുണ്ട്. അതുകൊണ്ട് ഈ ശരീരം അത് ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വന്തമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വന്തമായ ഈ ശരീരം അത് അവൾ എന്നും സ്വന്തമാക്കേണ്ടതിന് നാം അനുദിനം ദിവ്യകാരുണ്യം സ്വന്തമാക്കേണ്ടതുണ്ട്. അങ്ങനെ അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഞാൻ എന്നും ഈശോയുടെ ശരീരത്തെ ഈ ശരീരത്തിൽ ഇങ്ങനെ ഈ ശരീരത്തിൽ ഇങ്ങനെ സംവഹിക്കുകയും അനുദിനം പരിശുദ്ധ കന്യകാമറിയത്തോട് ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ വിളിച്ചു പറയുകയും ചെയ്യും: അമ്മേ, ഞാൻ അമ്മയുടേതാണ്, നീ എൻ്റെ അമ്മയാണ്. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയാണ്. അവൾ ഉടലോടുകൂടെ സ്വർഗത്തിലുണ്ട്. അവിടം അവളുടെ വാസസ്ഥലമാണ് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണല്ലോ അവൾ അവിടെയും ഇവിടെയും പലപ്പോഴായി പല രീതിയിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവൾ പല രീതിയിൽ പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾക്ക് ഉള്ളിലുള്ള ആഴമായ ആഗ്രഹം, എനിക്ക് സ്ഥലങ്ങളുടെ പേരിൽ അറിയപ്പെടാനല്ല താല്പര്യം. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾ നമ്മളുടെ കാതിൽ മന്ത്രിക്കുന്ന ഒരേ ഒരു കാര്യം അതിപ്രകാരമാണ്: എനിക്ക് സ്ഥലങ്ങളുടെ പേരിൽ അറിയപ്പെട്ട് മതിയായി. എനിക്കിനി അറിയപ്പെടേണ്ടത് വ്യക്തികളുടെ പേരിലാണ്. ആ വ്യക്തി അത് നീയായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മകനെ, എൻ്റെ പ്രിയപ്പെട്ട മകളെ, നിൻ്റെ അമ്മ, അതെ, ലൂർദിലെ, ഫാത്തിമയിലെ, വേളാങ്കണ്ണിയിലെ എന്നിവിടങ്ങളിലെ അമ്മയായി ജീവിച്ച് എനിക്ക് മതിയായി. എനിക്കിനി അമ്മയായി ജീവിക്കേണ്ടത് അത് നിൻ്റെ അമ്മയായി ജീവിക്കണമെങ്കിൽ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ പുത്രൻ, അവൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പകുത്ത് നൽകിയ അവൻ്റെ ശരീരം, അത് യോഗ്യതയോടുകൂടെ ആസ്വദിച്ച നിൻ്റെ അടുക്കിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ നിൻ്റെ വ്യക്തിപരമായ അമ്മയായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ഇത് സത്യമായി അവശേഷിക്കരുത്. മറിച്ച് ഈ സത്യം നീ ആസ്വദിക്കണം, നീ അനുഭവിക്കണം. അങ്ങനെ നിൻ്റെ അമ്മയായി ജീവിക്കാനുള്ള ഒരാഗ്രഹം അത് നിന്നിലൂടെ പൂർത്തീകരിച്ച് എൻ്റെ ആഗ്രഹം സഫലമാക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് പകർന്നു നൽകുന്നത്. ആ അഭ്യർത്ഥന സ്വീകരിച്ച് യോഗ്യതയോടുകൂടെ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഈശോയുടെ അമ്മയുടെ സ്വന്തമായി നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.